നിലവിലുള്ള നിയന്ത്രണങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്നാണ് കണ്ടത്. ഇപ്പോ വാരാന്ത്യ നിയന്ത്രണം നടപ്പാക്കുന്നുണ്ട്. അതുപോലെ അടുത്ത ഒരാഴ്ച കർക്കശമായ നിയന്ത്രണങ്ങൾ തുടരണമെന്ന് കണ്ടിരിക്കുന്നു. 4-ാം തീയതി തൊട്ട് അടുത്ത ഞായറാഴ്ച വരെ, അതായത് ചൊവ്വ മുതൽ ഞായർ വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവും. അതിന്റെ വിശദാംശങ്ങൾ പ്രത്യേകമായ കുറിപ്പായി പിന്നീട് നൽകും. അതേപോലെ ചില കാര്യങ്ങളിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് ഉപയോഗിക്കേണ്ട സാഹചര്യം വരുന്നുണ്ട്. അപ്പൊ അത്തരം സ്ഥലങ്ങളിൽ അത് ഉപയോഗിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓക്സിജൻ ട്രാൻസ്പോർട്ടേഷനിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തും. അക്കാര്യത്തിൽ പോലീസ് ഫലപ്രദമായി ഇടപെടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഇപ്പോ ആഭ്യന്തര സെക്രട്ടറിയും ആരോഗ്യ സെക്രട്ടറിയും അടക്കമുള്ളവർ പ്രവർത്തിക്കുന്നുണ്ട്. വ്യവസായ വകുപ്പ് സെക്രട്ടറിയെ കൂടി ഈ കാര്യത്തിൽ ഇത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഓക്സിജൻ സിലിണ്ടർ കൊണ്ടുപോകുന്ന വാഹനങ്ങളിൽ ഓക്സിജൻ എമർജൻസി വെഹിക്കിൾ എന്ന സ്റ്റിക്കർ പതിക്കണം. വാഹനത്തിന്റെ മുൻവശത്തെയും പിൻവശത്തെയും ഗ്ലാസിൽ വ്യക്തമായി കാണാൻ സാധിക്കുന്ന തരത്തിലാണ് സ്റ്റിക്കർ പതിക്കേണ്ടത്. തിരക്കില് വാഹനങ്ങൾ പരിശോധന ഒഴിവാക്കി വേഗം കടത്തിവിടാൻ ഇത് പോലീസിനെ സഹായിക്കും. മരുന്നുകള്, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവ കൊണ്ടുപോകുന്ന വാഹനങ്ങളിലും ഈ രീതിയിൽ സ്റ്റിക്കർ പതിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഓക്സിജൻ ഉൽപാദകരുടെയും എസ്ഒയുടെയും യോഗം നടക്കുകയുണ്ടായി. തുടർന്ന് ഓക്സിജൻ ലഭ്യത മോണിറ്റർ ചെയ്യാൻ ഹോം സെക്രട്ടറിയുടെ കീഴിൽ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചു. പോലീസ്, ആരോഗ്യം, ഗതാഗതം, വ്യവസായം, ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഈ വകുപ്പുകളിൽ നിന്നും എസ്ഒയിൽ നിന്നുമുള്ള നോമിനികൾ ഉൾപ്പെട്ട ഡെഡിക്കേറ്റഡ് ഓക്സിജൻ വാർ റൂമുകൾ സംസ്ഥാന തലത്തിലും ജില്ലാ തലത്തിലും ആരംഭിക്കും. ഓക്സിജൻ മൊഡ്യൂൾ തയ്യാറാക്കുകയും കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ ചേർക്കുകയും ചെയ്യും. കൂടുതൽ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇത് സഹായകമാകും. ഓരോ ജില്ലയിലും ലഭ്യമായ ഓക്സിജൻ സ്റ്റോക്കിന്റെ കണക്കുകൾ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ ശേഖരിക്കുകയാണ്. TV സീരിയൽ ഷൂട്ടിംഗ് തൽക്കാലം നിർത്തിവെക്കും. പച്ചക്കറി, മീൻ മാർക്കറ്റുകളിൽ കച്ചവടക്കാർ പരസ്പരം കുറഞ്ഞത് 2 മീറ്റർ അകലം പാലിക്കണം. അതോടൊപ്പം തന്നെ ഈ കച്ചവടക്കാർ 2 മാസ്കുകൾ ധരിക്കുകയും വേണം. സാധിക്കുമെങ്കിൽ കയ്യുറയും ഉപയോഗിക്കണം.
വീട്ടു സാധനങ്ങൾ വീടുകളിൽ എത്തിച്ചു നൽകുന്നതിന് കച്ചവടക്കാർ മുന്തിയ പരിഗണന നൽകണം. ആവശ്യമുള്ള സാധനങ്ങളുടെ ലിസ്റ്റ് ഫോണിലോ വാട്സപ്പിലോ നൽകിയാൽ സാധനങ്ങൾ വീട്ടിലെത്തിക്കുന്നതിന് ഡെലിവറി ബോയ്സിനെ നിയോഗിക്കുന്നത് നന്നായിരിക്കും. മാർക്കറ്റിലെ തിരക്ക് കുറക്കുന്നതിന് ഇത് സഹായകരമാവും. ഇതിനായി മാർക്കറ്റ് കമ്മിറ്റികളുടെ സേവനം തേടാൻ പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലെ അതിഥി തൊഴിലാളി ക്യാമ്പുകളിൽ കൂടുതൽ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ലഭ്യമാക്കും. ക്വാറന്റൈൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തും. അതിഥി തൊഴിലാളികൾക്ക് മുൻഗണനാടിസ്ഥാനത്തിൽ വാക്സിൻ ലഭ്യമാക്കുന്ന കാര്യം പരിഗണനയിലുണ്ട്. വിവിധ ജില്ലകളിലെ ഇഷ്ടിക കളങ്ങളിൽ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കിടയിലും രോഗവ്യാപനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടങ്ങളിലും ക്വാറന്റൈൻ സൗകര്യങ്ങൾ ഉൾപ്പെടെ ഏർപ്പാടാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാമൂഹ്യ അകലം പാലിച്ച് നടത്താൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ പരമാവധി ഒഴിവാക്കുകയായിരിക്കും ഉചിതം. ഇക്കാരണം കൊണ്ട് തന്നെ സീരിയൽ, സിനിമ, ഡോക്യുമെന്ററി എന്നിവയുടെ ഔട്ട്ഡോർ, ഇൻഡോർ ചിത്രീകരണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. ചില സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാർ തങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വയസ്സുൾപ്പെടെയുള്ള കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാതെ വാക്സിൻ നൽകാൻ രജിസ്ട്രേഷൻ നടന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിയായ നടപടിയല്ല. ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവരെ കണ്ടെത്തി നിയമപരമായ നടപടി സ്വീകരിക്കാൻ ജില്ലാ കളക്ടർമാർ, ജില്ലാ പോലീസ് മേധാവികൾ എന്നിവർക്ക് നിർദ്ദേശം നൽകി. ബാങ്കുകളുടെ പ്രവർത്തന സമയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉച്ചയ്ക്ക് 2 മണിവരെയായി നിജപ്പെടുത്തിയിരിക്കുകയാണ്. എന്നാൽ ചില ബാങ്കുകളുടെ ഏതാനും ശാഖകൾ ഈ സമയത്തിന് ശേഷവും പ്രവർത്തിക്കുന്നതായി മനസ്സിലാക്കുന്നു. ചില ബാങ്കുകള് ഓഫീസിലെ പ്രവർത്തനം 2 മണിക്ക് അവസാനിപ്പിക്കുന്നുവെന്ന പ്രതീതി സൃഷ്ടിച്ച് ജീവനക്കാർക്ക് ഓഫീസിന് പുറത്തുള്ള ഡ്യൂട്ടി നൽകുകയാണ്. കസ്റ്റമേഴ്സിനെ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ടാർഗറ്റ് നിശ്ചയിച്ച് അത് ഈ ജീവനക്കാർ നേടിയെടുക്കണം എന്ന രീതിയിലുള്ള കർക്കശ നിർദ്ദേശം നൽകുകയാണ്. അപ്പൊ അതെല്ലാം ഈ ഉദ്ദേശത്തിന് വിപരീതമായതാണ്. ഇത് ശരിയായ നടപടിയല്ല. ബാങ്കുകൾ 2 മണിക്ക് തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടതാണ്. കോവിഡ് നിയന്ത്രണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വാർഡ് തല സമിതികളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തും. പീറ്റ് തലത്തിൽ ജോലി ചെയ്യുന്ന ഈ സമിതിയിലെ അംഗങ്ങൾ എല്ലാവിധ സുരക്ഷാ മാനദണ്ഡങ്ങളും കർശനമായി പാലിക്കേണ്ടതാണ്. കോവിഡ് നിരീക്ഷണ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി കുറഞ്ഞത് 100 പേരെ വീതം ജനമൈത്രി സന്നദ്ധ പ്രവർത്തകരായി നിയോഗിക്കും. ഇങ്ങനെ നിയോഗിക്കപ്പെടുന്ന ജനമൈത്രി സന്നദ്ധ പ്രവർത്തകരെ ബീറ്റ്, പെട്രോൾ, ക്വാറന്റൈൻ പരിശോധന മുതലായവയ്ക്ക് ഉപയോഗിക്കും. 10 ദിവസത്തിലേറെ ജോലി ചെയ്യുന്ന വളണ്ടർമാരുടെ സേവനം വിലയിരുത്തി
പ്രശംസാപത്രവും മികച്ച സേവനം കാഴ്ചവെക്കുന്നവർക്ക് ക്യാഷ് റിവാർഡ് നൽകും. ജനമൈത്രി വെൽഡർമാരെ പെട്ടെന്ന് തിരിച്ചറിയുന്നതിനായി ആം ബാഡ്ജും നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ മാസ്ക് ധരിക്കാത്ത 22,403 പേർക്കെതിരെയാണ് സംസ്ഥാനത്ത് കേസ് രജിസ്റ്റർ ചെയ്തത്. സാമൂഹ്യ അകലം പാലിക്കാത്തതിന് 8,846 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ദിവസം കൊണ്ട് പിഴയായി ഈടാക്കിയത് 63,15,100 രൂപയാണ്. ഇപ്പൊ കാണുന്ന ഒരു പ്രത്യേകത, റോഡുകളിൽ വാഹനം കുറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം നഗരത്തിൽ 30% വാഹനങ്ങളാണ് കുറഞ്ഞത്. സ്വകാര്യ ആശുപത്രിയിൽ കാര്യമായ രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർ എത്തുന്നുണ്ട്. ഇത് ഗുരുതര രോഗികൾക്ക് ബെഡ് ലഭിക്കാതിരിക്കാൻ ഇടയാക്കുന്നു. ഇവരിൽ പലർക്കും ടെലിമെഡിസിൻ മതിയാവും. ഇക്കാര്യത്തിൽ ഇടപെടാൻ ആരോഗ്യവകുപ്പിന് നിർദ്ദേശം നൽകും. പ്രാദേശിക തലത്തിലുള്ള സവിശേഷമായ ഇടപെടലാണ് ഇന്നത്തെ പ്രതിസന്ധി മറികടക്കാൻ ആവശ്യം. അത് മുന്നിൽ കണ്ട് ജില്ലാതലത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നതിനാണ് മുൻഗണന നൽകേണ്ടത്. തിരുവനന്തപുരം ജില്ലയിൽ കോവിഡ് രോഗികൾക്ക് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാനുള്ള പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ആശുപത്രികളിലെ ഓക്സിജൻ വിതരണവും ഏകോപനവും പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ജില്ലാതലത്തിൽ പ്രത്യേക കമ്മിറ്റി നിയോഗിച്ചു. സർക്കാർ സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഓക്സിജൻ സപ്ലൈയും ആവശ്യകതയും ഈ കമ്മിറ്റി നിരന്തരം നിരീക്ഷിക്കും. ഓക്സിജൻ സിലിണ്ടറുകളുടെ അഭാവം മൂലം ഗുരുതര സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായി ജില്ലയിലെ എല്ലാ കോവിഡ് സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളെയും തൊട്ടടുത്ത കോവിഡ് ആശുപത്രിയുമായി ബന്ധിപ്പിച്ച് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കും. അതിഥി തൊഴിലാളികളുടെ ക്ഷേമം ഉറപ്പാക്കാനായി നെടുമങ്ങാട് സബ് കളക്ടർ നോഡൽ ഓഫീസറായി ലേബർ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. കൊല്ലം ജില്ലയിൽ കോവിഡ് മാനദണ്ഡം ലംഘിക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുന്നതടക്കമുള്ള കർശന നടപടികൾ സ്വീകരിക്കും. ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോൺ നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളിലെ റേഷൻ കടകളുടെ പ്രവർത്തന സമയം താൽക്കാലികമായി പുനഃക്രമീകരിച്ചു. പത്തനംതിട്ട ജില്ലയിൽ 40 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള ആളുകളിൽ കോവിഡ് കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കോട്ടയം ജില്ലയിൽ വീടുകളിൽ കഴിയുന്ന കോവിഡ് രോഗികൾക്ക് രക്തത്തിലെ ഓക്സിജൻ നില പരിശോധിക്കുന്നതിനും ആവശ്യമെങ്കിൽ ഓക്സിജൻ ലഭ്യമാക്കുന്നതിനും പ്രാദേശികമായി ഓക്സിജൻ പാർലറുകൾ ആരംഭിക്കുകയാണ്. സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ പാർലർ മണക്കാട് സെന്റ് മേരീസ് പള്ളി ഓഡിറ്റോറിയത്തിലെ CFLTCയിൽ പ്രവർത്തനം ആരംഭിച്ചു. കോവിഡ് ബാധിതരിൽ ഭൂരിഭാഗം പേരും വീടുകളിൽ കഴിയുന്ന സാഹചര്യം പരിഗണിച്ചാണ്
പ്രാദേശിക തലത്തിൽ മാർഗങ്ങൾ ഒരുക്കുന്നത്. ഓക്സിജൻ നിലയിൽ പെട്ടെന്ന് വ്യതിയാനം ഉണ്ടായാൽ ചികിത്സ ലഭിക്കാൻ താമസമുണ്ടായേക്കുമെന്ന ആശങ്ക അകറ്റാനും ഇത് ഉപകരിക്കും. സ്വകാര്യ വ്യവസായശാലകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ഓക്സിജൻ സിലിണ്ടറുകൾ ശേഖരിക്കുന്ന നടപടികൾ ജില്ലയിൽ സജീവമായി നടന്നു വരുന്നു. ഇന്ന് ഉച്ചവരെ 146 സിലിണ്ടറുകൾ ശേഖരിച്ചിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ വിവിധ വ്യവസായ കേന്ദ്രങ്ങളിലായുള്ള ഓക്സിജൻ സിലിണ്ടറുകൾ ചികിത്സാ ആവശ്യത്തിനായി സജ്ജമാക്കും. തൃശൂരിൽ താലൂക്ക് തലം മുതലുള്ള ആശുപത്രികളിൽ ഓക്സിജൻ സൗകര്യം ഉറപ്പാക്കുന്നതിന് നടപടികൾ ആരോഗ്യവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. ഓക്സിജൻ ആവശ്യമായി വരുന്ന രോഗികളുടെ എണ്ണം എത്ര എന്ന് പഠിക്കുന്നതിനും ഒരുക്കങ്ങൾ നടത്തുന്നതിനുമായി ജില്ലാ വികസന സമിതി ഓഫീസറുടെ നേതൃത്വത്തിൽ സമിതിയെ നിയോഗിച്ചു. അടിയന്തര ഘട്ടത്തിൽ ജില്ലയിലെ ആയുർവേദ ആശുപത്രികൾ കോവിഡ് കെയർ സെന്റർ ആക്കുന്നതിനുള്ള സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിൽ രോഗലക്ഷണങ്ങളില്ലാത്തതും വീടുകളിൽ താമസിക്കാൻ സൗകര്യമില്ലാത്തതും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്തവരുമായ കോവിഡ് രോഗികൾക്കുള്ള 10 ഡൊമിസിലറി കെയർ സെന്ററുകളിലായി 780 ബെഡുകളാണ് സജ്ജമാക്കിയിട്ടുള്ളത്. അതില് 34 പേർ ചികിത്സയിലുണ്ട്. മലപ്പുറം ജില്ലയിൽ കോവിഡ് ആശുപത്രികൾ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പരിശോധന നടത്തി മരുന്നുകളുടെ ലഭ്യതയും ഓക്സിജൻ ലഭ്യതയും ഉറപ്പുവരുത്തിയിരുന്നു. കോഴിക്കോട് ജില്ലയിൽ 75,000 രോഗികളെ ചികിത്സിക്കാൻ ആവശ്യമായ മുന്നൊരുക്കങ്ങളാണ് നടന്നത്. നിയന്ത്രണങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്താൻ വാർഡുകളിൽ 20 പേരടങ്ങിയ സന്നദ്ധ സംഘങ്ങളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തി. അതോടൊപ്പം പോലീസിന്റെ സ്ക്വാഡുകൾ വാഹന പരിശോധനയും വ്യാപകമാക്കിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തി. അതനുസരിച്ച് ഒരു വാർഡിൽ 10 അല്ലെങ്കിൽ അതിലധികം വീടുകളിൽ കോവിഡ് ബാധയുണ്ടായാൽ പ്രസ്തുത വാർഡ് കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിക്കും. ഒരു തദ്ദേശ സ്ഥാപനത്തിലെ പകുതിയിലധികം വാർഡുകൾ കണ്ടെയ്ൻമെന്റ് ആയാൽ ആ തദ്ദേശ സ്ഥാപനം പൂർണ്ണമായി കണ്ടെയ്ൻമെന്റ് മേഖലയായി പ്രഖ്യാപിക്കും. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങളിലെയും ഓക്സിജൻ സപ്പോർട്ട് ആവശ്യമായ രോഗികൾക്ക് അത് ലഭ്യമാകുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിനായി ഓക്സിജൻ മാനേജ്മെന്റിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കും. ഹോം ഐസൊലേഷൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള കോവിഡ് ബാധിതർ അതത് മെഡിക്കൽ ഓഫീസറുമായി ബന്ധപ്പെട്ട ശേഷം അവരുടെ നിർദ്ദേശമനുസരിച്ച് മാത്രമേ ആശുപത്രികളിലേക്ക് ചികിത്സ തേടി പോകാവൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ആശുപത്രികളിലെ സംവിധാനങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ അനാവശ്യമായ തിരക്ക് ഒഴിവാക്കാനുമാണ് ഇങ്ങനെ ചെയ്യുന്നത്. വിവിധ ആശുപത്രികളിലെ കോവിഡ് രോഗികളുടെ
പ്രവേശനം ഏകോപിപ്പിക്കുന്നതിന് ഒരു നോഡൽ ഓഫീസറെ നിയോഗിക്കും. ഇതോടൊപ്പം കൺട്രോൾ റൂം സംവിധാനവും ഉണ്ടാകും. കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള ചട്ടഞ്ചാൽ വ്യവസായ പാർക്കിൽ ഓക്സിജൻ പ്ലാന്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചു. 50 ലക്ഷം രൂപയും ഭൂമിയും ജില്ലാ പഞ്ചായത്ത് അനുവദിക്കും. കർണാടകയോട് അതിർത്തി പങ്കിടുന്ന 17 പോയിന്റുകളിലൂടെ കടന്നു വരുന്നവർ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തുവെന്നും കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും ഉറപ്പുവരുത്തുന്നതിന് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കും. ഇതൊക്കെ ജില്ലാതലത്തിൽ സവിശേഷമായ സാഹചര്യങ്ങൾ മുൻനിർത്തിയെടുക്കുന്ന നടപടികളാണ്. പൊതുവായ നടപടികൾക്ക് പുറമേയുള്ള ഇത്തരം ഇടപെടലുകളിലൂടെയാണ് സമഗ്രമായ കോവിഡ് പ്രതിരോധം സാധ്യമാക്കുക. രോഗലക്ഷണങ്ങളില്ലാത്തവരെ 10 ദിവസങ്ങൾക്ക് മുൻപ് ഡിസ്ചാർജ് ചെയ്യാമെന്ന് തീരുമാനം കൈക്കൊണ്ടതിന്റെ ഭാഗമായി ചില ജില്ലകളിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ് വന്നതായി കാണാൻ സാധിക്കും. അത് രോഗവ്യാപനത്തിൽ വന്ന കുറവായി തെറ്റിദ്ധരിക്കേണ്ടതില്ല. രോഗികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്ന ഈ ഘട്ടത്തിൽ ആശുപത്രിയിലെ സൗകര്യങ്ങൾ ഗുരുതരമായ രോഗാവസ്ഥ നേരിടുന്നവർക്ക് ലഭ്യമാകുമെന്ന് ഉറപ്പുവരുത്താനുള്ള മുൻകരുതലാണ്. രോഗവ്യാപനം ശക്തമായിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസുകളുടെ സാന്നിധ്യത്തിലുണ്ടായ വർധനവ് രോഗവ്യാപനത്തെ തീവ്രമാക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. 1000 രോഗികളുള്ളപ്പോൾ ഉണ്ടാകുന്ന മരണങ്ങളെക്കാൾ കൂടുതൽ മരണങ്ങൾ 10,000 രോഗികളുള്ളപ്പോൾ സംഭവിക്കും. ഈ ഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുൻകരുതൽ ഡബിൾ മാസ്കിംഗ് ആണ്. ഒരു മാസ്കിന് മുകളിൽ മറ്റൊരു മാസ്ക് കൂടി ധരിക്കുന്നത് അണുബാധ ഏൽക്കുന്നത് വലിയ തോതിൽ തടയാൻ സഹായകമാണ്. ഓഫീസുകൾക്കുള്ളിൽ ജോലി ചെയ്യുമ്പോൾ തീർച്ചയായും മാസ്കുകൾ ധരിക്കുക. പ്രത്യേകിച്ച് പ്രായാധിക്യമുള്ളവരോട് ഇടപെടുന്നു, ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കുന്നതും അടഞ്ഞ സ്ഥലങ്ങളിൽ ഇടപഴകുന്നതും സാമൂഹ്യ അകലം പാലിക്കാതിരിക്കുന്നതും ഇതെല്ലാം രോഗവ്യാപനത്തെ ശക്തമാക്കും എന്ന് നാം തിരിച്ചറിയേണ്ടതാണ്. ഒന്നാമത്തെ തരംഗത്തിൽ നിന്ന് വ്യത്യസ്തമായി രണ്ടാമത്തെ തരംഗത്തിൽ കാണുന്ന ഒരു പ്രത്യേകത അടുത്ത സമ്പർക്കത്തിലൂടെ അല്ലാതെയും രോഗം പകരുന്നുവെന്നാണ്. അതിന്റെ അർത്ഥം രോഗാണു വായുവിൽ ഒരുപാട് നേരം തങ്ങി നിൽക്കുന്നു എന്നോ ഒരുപാട് ദൂരം വായുവിലൂടെ സഞ്ചരിക്കുന്നോ എന്നല്ല. മറിച്ച് മുൻപ് കരുതിയിരുന്നത് വളരെ അടുത്ത ഇടപെടലിലൂടെ മാത്രമേ പകരുകയുള്ളൂ എന്നാണ്. പുതിയ ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസുകൾ മാസ്ക് ധരിക്കാതെ അശ്രദ്ധമായി ഒരു മുറിക്കുള്ളിൽ ഇരുന്നാൽ തന്നെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാൻ പ്രാപ്തമാണ്. ജനിതക വ്യതിയാനം സംഭവിച്ച വൈറസുകൾക്ക് മനുഷ്യകോശത്തിനകത്തേക്ക് കടക്കാൻ കഴിവ് കൂടുതലാണ്. വാക്സിനേഷൻ കേന്ദ്രങ്ങളിലും ടെസ്റ്റിംഗ് കേന്ദ്രങ്ങളിലും ആൾക്കൂട്ടങ്ങൾ ഒഴിവാക്കണം. രോഗം ഗുരുതരമായി ബാധിക്കാൻ സാധ്യതയുള്ള ആളുകൾ
വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ കൂടുതലായി വരുന്നുണ്ട്. ഇത് നമ്മൾ പ്രത്യേകമായി കണക്കിലെടുക്കേണ്ടതാണ്. വാക്സിൻ വഴി ലഭിക്കുന്ന സംരക്ഷണം വാക്സിൻ എടുത്ത് കുറെ ദിവസങ്ങൾ കഴിഞ്ഞാകും ലഭിക്കുക. അതുകൊണ്ട് വാക്സിൻ കേന്ദ്രങ്ങളിൽ തിരക്ക് കൂട്ടി രോഗം പിടിപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ഇനി അധിക സമയമില്ല. ആ ദിവസം വളരെ ഉത്തരവാദിത്ത ബോധത്തോടെ പെരുമാറാൻ ഏവരും തയ്യാറാകണം. ഫലപ്രഖ്യാപന ദിവസം എവിടെയെങ്കിലും കൂട്ടം കൂടി ഇരിക്കാതെ ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ നിന്ന് ഫലപ്രഖ്യാപനം അറിയണം. ആഹ്ലാദ പ്രകടനങ്ങളുമായി പൊതുസ്ഥലങ്ങളിൽ ആൾക്കൂട്ടം സൃഷ്ടിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. രോഗവ്യാപനം ശക്തമാക്കുന്നതിനുള്ള കാരണമായി ആ ദിവസത്തെ മാറ്റാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. ഇക്കാര്യത്തിൽ സർവകക്ഷി യോഗം നേരത്തെ ഐക്യകണ്ഠേന തീരുമാനിച്ചിട്ടുണ്ട്. അതൊന്നുകൂടി ഓർമ്മപ്പെടുത്തുമെന്ന് മാത്രം. ആദ്യഘട്ടത്തിലെ 60 വയസ്സിന് മുകളിലുള്ള ബഹുഭൂരിപക്ഷം ആളുകളെ വാക്സിനേറ്റ് ചെയ്യാൻ സാധിച്ചത് മരണനിരക്ക് കുറക്കാൻ സഹായിച്ചു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആദ്യ കോവിഡ് തരംഗം പരിശോധിക്കുകയാണെങ്കിൽ 75% മുകളിൽ മരണമുണ്ടായത് 60 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കിടയിലാണ്. 95% മരണവും 45 വയസ്സിന് മുകളിലുള്ളവർക്കിടയിലാണ് ഉണ്ടായത്. നിലവിൽ രോഗവ്യാപനം അതിശക്തമായി കുതിച്ചുയർന്നിട്ടുണ്ട്. മരണനിരക്ക് അതിനാനുപാതികമായി ഉയരാതെ ഇരിക്കാനുള്ള കാരണം ആദ്യഘട്ട വാക്സിനേഷൻ വിജയകരമായി നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചതുകൊണ്ടാണ് എന്നാണ് കരുതുന്നത്. ഇപ്പോൾ വാക്സിനേഷൻ കഴിയുന്നത്ര വേഗം പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, ഈ ലക്ഷ്യം മുൻനിർത്തി നാം പ്രവർത്തിക്കുക. വലിയ ശതമാനം ആളുകൾക്ക് വാക്സിൻ ലഭ്യമാകുന്നതുവരെ വാക്സിൻ എടുത്തവർ പോലും സുരക്ഷിതരല്ല. ലോക്ക്ഡൌൺ വേണ്ട എന്ന് കരുതുന്നത് ഈ സമൂഹത്തിന്റെ പൗരബോധത്തിലുള്ള വിശ്വാസം കൊണ്ടുകൂടിയാണ്. അതുകൊണ്ട് സർക്കാർ പറയുന്നത് സെൽഫ് ലോക്ക്ഡൌൺ എന്ന ആശയമാണ്. ഓരോരുത്തരും സ്വയം ലോക്ക്ഡൌണിലേക്ക് പോകേണ്ട സന്ദർഭമാണ്. മാസ്കുകൾ ധരിച്ചും അകലം പാലിച്ചും കൈകൾ ശുചിയാക്കിയും ജീവിക്കുക. അനാവശ്യമായി പുറത്തു പോയില്ലെന്നും ആൾക്കൂട്ടം ഉണ്ടാകുന്നത് ഒഴിവാക്കുമെന്നും ആഘോഷങ്ങൾ മാറ്റിവെക്കുമെന്നും യാത്രകൾ ഒഴിവാക്കുമെന്നും അടഞ്ഞ സ്ഥലങ്ങളിൽ ഇടപെടലില്ലെന്നും ലക്ഷണങ്ങൾ കണ്ടാൽ ടെസ്റ്റ് ചെയ്യുമെന്നും രോഗിയുമായി കോണ്ടാക്ട് ഉണ്ടായാൽ തന്നെ ഐസൊലേഷൻ കൃത്യമായി പാലിക്കുമെന്നും നാം തീരുമാനിച്ചേ തീരും. ജീവനോപാധികൾ തകരാതെ നോക്കുകയും നമ്മുടെയും ചുറ്റുമുള്ളവരുടെയും ജീവനുകൾ സംരക്ഷിക്കുകയും വേണം. ആ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ വിട്ടുവീഴ്ച പാടില്ല. നമ്മൾ സ്വയം ലോക്ക്ഡൌണിലാണ്.
എന്ന് തീരുമാനിച്ചുകൊണ്ട് പോകേണ്ട നാളുകളാണ് മുൻപിലുള്ളത്. രോഗവ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനത്തെ സാഹചര്യവും മറ്റ് സംസ്ഥാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചുള്ള വാർത്തകളും നമ്മുടെ സമൂഹത്തിലും വലിയ ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ അത് നമ്മുടെ സമൂഹത്തിന്റെ മാനസികാരോഗ്യത്തെ ബാധിക്കാതെ നോക്കേണ്ടതുണ്ട്. കഴിഞ്ഞ കോവിഡ് തരംഗത്തിന്റെ ആദ്യ നാളുകൾ മുതൽ ഇക്കാര്യം വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ പരിഗണിച്ചത്. ആ ഘട്ടത്തിൽ മാനസികാരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒറ്റക്കല്ല ഒപ്പമുണ്ട് എന്ന ക്യാമ്പയിൻ അനുസ്യൂതം തുറന്നു വരികയും രോഗികളെ നേരിട്ട് ബന്ധപ്പെട്ട് അവരുടെ മാനസികാരോഗ്യം നിലനിർത്താനുള്ള സഹായങ്ങൾ ഈ പദ്ധതി വഴി നൽകി വരികയായിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആ സേവനങ്ങൾ കൂടുതൽ ഊർജ്ജസ്വലമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ്. അതിന്റെ ഭാഗമായി ഇന്നലെ മാത്രം 34,700 രോഗികളെയാണ് വിളിച്ചത്. അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞ് അതിനാവശ്യമായ പരിഹാരം നൽകൽ കൂടിയാണ് ഈ പദ്ധതിയോട് ഉദ്ദേശിക്കുന്നത്. ഭീതി കൂടാതെ ഫലപ്രദമായി ഈ മഹാമാരിയെ നമുക്ക് മറികടക്കാൻ കഴിയും. അതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ആ ശ്രമത്തോട് ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാറുള്ളത്. വേറൊരു പ്രശ്നം, സംസ്ഥാനത്തെ 2ാം ഡോസ് വാക്സിൻ എടുക്കാനുള്ള എല്ലാവർക്കും മുൻഗണന അനുസരിച്ച് നൽകി തീർക്കും. ഇതിനായി കോവിഡ് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ വന്ന് തിരക്ക് കൂട്ടേണ്ടതില്ല. 2ാം ഡോസ് കോവിഷീൽഡ് വാക്സിൻ 6 മുതൽ 8 ആഴ്ചക്കുള്ളിലും കോവാക്സിൻ 4 മുതൽ 6 ആഴ്ചക്ക് ഉള്ളിലുമാണ് എടുക്കേണ്ടത്. ഓരോ വാക്സിനേഷൻ സെന്ററുകളിലും 2ാമത്തെ ഡോസ് വാക്സിൻ എടുക്കുവാൻ അർഹതയുള്ളവരുടെ ലിസ്റ്റ് കോവിൻ പോർട്ടലിലുണ്ടാവും. ഇതനുസരിച്ച് വാക്സിനേഷൻ സെന്ററുകളിലെ മാനേജർമാർ ആശാപ്രവർത്തകരുടെയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും സഹായത്തോടെ ഇവരെ അറിയിക്കുന്നതായിരിക്കും. അപ്പൊ അറിയിപ്പ് കിട്ടിയാലേ അവർ നീങ്ങേണ്ടതുണ്ട്. 2ാമത്തെ ഡോസ് എടുക്കാനുള്ളവർക്ക് മുൻഗണന നൽകിയതിനു ശേഷം മാത്രമേ ഓൺലൈൻ ബുക്കിംഗിനായി ആദ്യ ഡോസുകാർക്ക് സ്ലോട്ട് അനുവദിക്കുകയുള്ളൂ. വാക്സിൻ എടുക്കുന്നതിന് മുൻപ് യുവജനങ്ങൾ രക്തദാനത്തിന് സന്നദ്ധരാവണമെന്നും അതിനായി യുവജന സംഘടനകൾ മുന്നോട്ട് വരണമെന്നും കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. ആ അഭ്യർത്ഥന മുൻനിർത്തി മാർത്തോമ യുവജന സഖ്യം തങ്ങളുടെ അംഗങ്ങളോട് രക്തദാനം നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഡിവൈഎഫ്ഐ മൂവാറ്റുപുഴ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്ലാസ്മ ഡൊണേഷൻ ഫോറം വിപുലീകരിച്ച് കൂടുതൽ പേരിലേക്ക് സേവനം എത്തിക്കുകയാണ്. അനുകരണീയമായ മാതൃകകളാണ് ഇവയെല്ലാം. മറ്റ് യുവജന സന്നദ്ധ സംഘടനകൾ കൂടി ഈ ഘട്ടത്തിൽ കേന്ദ്രദാനം നടത്താനും സന്നദ്ധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനും മുന്നോട്ട് വരണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കണം.
ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ KSFE 5 കോടി രൂപ, കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് 1 കോടി, കൺസ്യൂമർ ഫെഡ് 25 ലക്ഷം, ജോയിന്റ് കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ജീവനക്കാരൻ സമാഹരിച്ച 17,60,000 രൂപ, മയ്യനാട് റീജിയണൽ കോഓപ്പറേറ്റീവ് ബാങ്ക് 15 ലക്ഷം, BKC റബ്ബർ ഇൻഡസ്ട്രീസ് കോഴിക്കോട് 12 ലക്ഷം, വടകര റൂറൽ ബാങ്ക് 10 ലക്ഷം, ആനാട് സർവീസ് സഹകരണ ബാങ്ക് 10,90,600, കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡ് 5 ലക്ഷം രൂപ, ISRO പെൻഷനേഴ്സ് അസോസിയേഷൻ 5 ലക്ഷം രൂപ, കൊച്ചി സർവകലാശാലയിലെ മാസ്റ്റർ ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് വിദ്യാർത്ഥികളുടെ അലൂമിനി ഫോറം 4 ലക്ഷം രൂപ, സംവിധായകൻ രഞ്ജിത്ത് 2,50,000 രൂപ, ഹൈക്കോടതി സീനിയർ അഭിഭാഷകൻ അഡ്വക്കേറ്റ് P. വിജയഭാനു 2,50,000 രൂപ, ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ തിരുവനന്തപുരം ജില്ല 2 ലക്ഷം, മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ 1 മാസത്തെ ശമ്പളം, മുൻ MLA ആനത്തലവട്ടം ആനന്ദൻ 20,000, AIYF കൊല്ലം ജില്ലാ കമ്മിറ്റി 1,81,025 രൂപ, SNDP യൂണിയൻ എറണാകുളം പ്രസിഡന്റ് മഹാരാജ ശിവാനന്ദൻ 1,01,000, ഖാദി ബോർഡ് വൈസ് ചെയർപേഴ്സൺ ശോഭന ജോർജും കുടുംബവും 1 ലക്ഷം രൂപ, നാട്ടിക ശ്രീനാരായണ കോളേജിലെ 1980-90കളിലെ വിദ്യാർത്ഥികളുടെ സാമൂഹ്യ കൂട്ടായ്മയായ ഒളിമിന്നും ഓർമ്മക്കാരൻ 1,50,900 രൂപ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N. വാസു, അംഗങ്ങളായ KS രവി, PM തങ്കപ്പൻ, ഇവരെല്ലാം ഒരു മാസത്തെ ഓണറേറിയം 85,000 രൂപ, കൺസ്യൂമർ ഫെഡ് ചെയർമാൻ M. മെഹബൂബ് 25,000 രൂപ, രാധാകൃഷ്ണൻ സ്വീകാര്യം 50,000, റിട്ടയേർഡ് KSEB ജീവനക്കാരൻ SH ഷാനവാസ് 42,500 രൂപ, തിരുവനന്തപുരം SME ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ അധ്യാപകരുടെ കൂട്ടായ്മ ഗുരു 50,000 രൂപ, സിർഷാദ് റാവുത്തർ നെടുമങ്ങാട് 25,000 രൂപ, ചെറുവത്തൂർ മയ്യിച്ചയിലെ ചുമട്ടുതൊഴിലാളി പങ്കജാക്ഷൻ 10,050 രൂപ, കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ പെൻഷനേഴ്സ് ഫെഡറേഷൻ 20,000 രൂപ, തളിപ്പറമ്പ് വക്കളം സ്വദേശിയായ വിദ്യാർത്ഥി ആശിഷ് ദീപ് സമ്പാദ്യ കുടുക്കയിലെ 10,000 രൂപ, തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട്ടെ 5ാം ക്ലാസ് വിദ്യാർത്ഥി അഭിനവ് PV, സഹോദരി അനുപമ PV 3,001 രൂപ, സെക്രട്ടേറിയറ്റ് അനക്സ് 2ലെ താൽക്കാലിക ജീവനക്കാർ സമാഹരിച്ച 15,500 രൂപ, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് തിരുവനന്തപുരം സിറ്റി യൂണിറ്റ് 10,000 രൂപ, ഇരട്ടയാർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ക്രിസ്റ്റോ ചങ്ങങ്കേരി 900 രൂപ, വിദ്യാർത്ഥികളായ ആദിത്യ PR, ആദർശ് PR കഴക്കൂട്ടർ 5,000 രൂപ, CPIM മുൻ ഏരിയ സെക്രട്ടറി ആയിരുന്ന PP ഗോപാലിന്റെ ഭാര്യ ലീല 1000 തേങ്ങ ചെറുമകള് സമ്പാദ്യ കൊടുക്കുകയും കൈമാറിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി ശൈലജ ടീച്ചർ 1 മാസത്തെ ശമ്പളവും കൈമാറിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ചൊവ്വാഴ്ച മുതൽ ഞായറാഴ്ച വരെ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്ന് പറഞ്ഞു. ലോക്ക്ഡൌണിന് സമാനമായ നിയന്ത്രണം പൊതുഗതാഗതം ഇല്ലാത്ത തരത്തിൽ ശക്തമായ
നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനാണ് പോകുന്നത്. കാരണം ഇത് KGM അടക്കം 2 ആഴ്ചത്തെ ലോക്ക്ഡൌൺ വേണമെന്ന ആവശ്യപ്പെട്ട് ചീഫ് സെക്രട്ടറി കത്ത് നൽകിയിട്ടുണ്ട്. അത് സർക്കാർ പരിഗണിക്കുന്നു. ഇവിടെ ലോക്ക്ഡൌൺ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞല്ലോ, അത് അവസാന കൈയായിട്ട് സ്വീകരിക്കേണ്ടതാണ്. പക്ഷെ രോഗം നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ കഴിയുന്നില്ല. എന്നാൽ ആളുകൾ സഹകരിക്കുന്നില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ആളുകൾ നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട്. ഇപ്പോ പല പ്രദേശങ്ങളും നോക്കിയാൽ ആളുകൾ വളരെ കൂടുതലായിട്ടില്ല. എന്നാൽ ചിലയിടങ്ങളിൽ നോക്കിയാൽ നല്ലതുപോലെ ആളുകളുണ്ട്. ഇതാണ് നാട്ടിലുള്ളൊരു വ്യത്യാസം. അപ്പൊ എല്ലാവരും ഇതിൽ ജാഗ്രത പാലിക്കുക എന്നുള്ളതാണ് പ്രധാനം. ശനി ഞായർ, കഴിഞ്ഞ ശനി ഞായറൊക്കെ നല്ല രീതിയിൽ നമുക്ക് നിയന്ത്രണം പാലിച്ചു പോകാൻ പറ്റിയിട്ടുണ്ട്. അതേ അവസ്ഥ ഈ ശനി ഞായറും ഉണ്ടാകും. പിന്നെ അതേ അവസ്ഥ ചൊവ്വാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ ഉണ്ടാകുക എന്നാണ് കാണുന്നത്. അപ്പൊ ആവശ്യമുള്ള കടകൾ മാത്രമേ തുറക്കേണ്ടതായിട്ടുള്ളൂ. കടകളിൽ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഡോർ ഡെലിവറിക്കുള്ള സംവിധാനം ഉണ്ടാക്കും. കടകളിൽ നിന്ന് ആളുകൾക്ക് വേണ്ട സാധനങ്ങൾ വീട്ടുകാര് അവരെ അറിയിക്കുക, അവര് അത് ഡെലിവറി ചെയ്യാനുള്ള സംവിധാനം ഡെലിവറി ബോയ്സിനെ വെച്ച് നടത്തുക. ചില സ്ഥലത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വളണ്ടിയർമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ വളണ്ടിയർമാർ മുഖേനയും ഈ കാര്യങ്ങൾ ചെയ്യാനാണ്. അപ്പൊ ഇത്തരത്തിൽ ജനജീവിതം സ്തംഭിക്കാതിരിക്കുക, അതേസമയം മൂവ്മെന്റ്സ്, ആളുകളുടെ സഞ്ചാരം, ആളുകൾ കൂട്ടമായി ഇറങ്ങല്, ഇതൊക്കെ പൂർണ്ണമായി നിയന്ത്രിക്കുക. ഇതൊരു ഘട്ടമേ ആകുന്നുള്ളൂ എന്ന് ഓർക്കണം. ഇത് നാം നിരീക്ഷിച്ച് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകേണ്ടതായി വരുന്നുവെങ്കിൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് പോകും. ഇതിന്റെ വിശദാംശങ്ങൾ പ്രത്യേക കുറിപ്പായിട്ട് ഇറക്കുകയും ചെയ്യും. സർക്കാർ ഓഫീസുകൾ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്നുള്ളത് പിന്നീട് പറയും. ശനി ഞായറും ചൊവ്വാഴ്ച മുതലാണല്ലോ വരുന്നത്. പിന്നീട് അത് പറയും. കേട്ടില്ല. സിഎം ഇപ്പം ഇന്നലെ മന്ത്രിസഭാ യോഗം 1 കോടി ഡോസ് വാക്സിൻ വാങ്ങാൻ തീരുമാനിച്ചു. അപ്പൊ അതിന്റെ എന്തെങ്കിലും അന്തിമമായി നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ടോ? 1-ാം തീയതിക്ക് മുമ്പ് എത്ര ഡോസ് വാക്സിൻ ആണ്, അങ്ങനെ എന്തെങ്കിലും തീരുമാനം നമുക്ക് കിട്ടിയിട്ടുണ്ടോ? അവരോട് ഈ 2 ആഴ്ചക്കാലം എത്ര ഡോസ് വാക്സിൻ തരാൻ പറ്റുമെന്ന് അന്വേഷണം നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് നടപടികൾ നീങ്ങുന്നത്. അപ്പൊ അതിനുള്ള തീരുമാനമായി ഇനി അതിന്റെ നടപടികൾ സ്വീകരിക്കും, സ്വാഭാവികമായിട്ട് സ്വീകരിക്കും. പക്ഷെ കമ്പനികളിൽ നിന്ന് ആവശ്യത്തിനുള്ള ഡോസ് നമുക്ക് ലഭിക്കണം. അത് എത്രയാണ് ഇനി കിട്ടുക എന്നുള്ളത് ഒന്നുകൂടി മനസ്സിലാക്കി അത് ഓർഡർ കൊടുക്കുന്ന രീതിയാണ് ഉണ്ടാകും. അപ്പൊ നമുക്ക് സൗജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണ കൊണ്ട് അവസാനിക്കുകയാണ്. ഇപ്പോഴത്തെ നിയന്ത്രണം ഏർപ്പെടുത്തുന്ന സാഹചര്യത്തിൽ അടുത്ത മാസം അത് തുടരാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അല്ല, അത് പിന്നീട് ആലോചിക്കേണ്ട കാര്യമാണ്. ആലോചിക്കാം. പുതിയ സർക്കാർ വന്നിട്ട് CM എല്ലാം തീരുമാനിക്കാൻ അങ്ങനെയാണോ? അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആലോചിക്കാവുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കാം അല്ലേ? ഒരു കാര്യമുണ്ട് സിഎം. അതായത് ഈ 6 മുതൽ ഒരുപാട് എക്സിറ്റ് പോളുകൾ വരാൻ പോവുകയാണ്. അപ്പൊ നമ്മുടെ സിഎം എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ കാണുന്നത്? വളരെ കോൺഫിഡന്റ് ആയിട്ട് കാണുവാണോ, എന്താണെന്ന് പറയാൻ പറ്റുമോ? അതിനെപ്പറ്റി യാതൊരു സംശയവും എനിക്കില്ല. കഴിഞ്ഞ തവണ എന്താണോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതിനേക്കാളും കൂടുതൽ സീറ്റ് ഞങ്ങൾ നേടുമെന്ന കാര്യത്തിൽ നേരത്തെ എനിക്ക് സംശയമില്ല. ഞാനത് പലവട്ടം ആവർത്തിച്ചിട്ടുണ്ട്. അവിടെ തന്നെയാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഇന്നിപ്പോ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടൊരു വാർത്ത വന്നിട്ടുണ്ട്. ഈ സ്വർണ്ണക്കടത്ത് കേസിൽ EDയുടെ അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തെളിവില്ലാതെയാണ് പ്രതികളെ വെളിപ്പെട്ടിക്കൽ ഉൾപ്പെടുത്തിയെന്നാണ് കോടതിയെ ഉത്തരവിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. CM അടക്കമുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് തന്നെ എത്തുന്നു എന്നാണ് കണക്കാക്കുന്നത്. സ്വർണം കടത്തിയില്ല എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അല്ലെ? സ്വർണം കടത്തിയതിനെ കുറിച്ചുള്ള അന്വേഷണം എവിടെ എത്തിയെന്നാണ് ഇന്ന് ഇപ്പൊ കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. ഇത് തന്നെയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആരാണ് സ്വർണം കടത്തിയത്, എവിടെയാണ് എത്തിയത്, ഈ 2 കൂട്ടരെയാണ് കാണേണ്ടത്. ഈ 2 കൂട്ടരെ കാണാനായിരുന്നില്ല തിരക്ക്.
അതിനു പകരം മറ്റു പലരെയും നോക്കി പോകാനായിരുന്നു തിരക്ക്. അതിന് ചില തൽപര കക്ഷികള് വല്ലാതെ തപ്പുകൊട്ടിക്കൊടുത്തപ്പോ അതിന്റെ കൂടെ ചേരാൻ അന്വേഷണ ഏജൻസിയും തയ്യാറായി. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും നിർഭാഗ്യകരമായ അവസ്ഥയുണ്ടായിട്ടുള്ളത്. നമ്മുടേതുപോലുള്ളൊരു രാജ്യത്തെ അന്വേഷണ ഏജൻസിയുടെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയാണ് ഇത് കാണിക്കുന്നത്. ഇത്തരത്തിലൊരു അന്വേഷണ ഏജൻസി അനുവദിക്കാൻ പാടില്ലാത്തതാണ്. ഗൗരവമായി അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഒരു കുറ്റകൃത്യം രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ ഏറ്റവും അധികം പ്രതികൂലമായി ബാധിക്കുന്ന ഒരു കാര്യം. അതിൽ പോലും അനാവശ്യമായ സംഘടിത താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഇടപെടലാണ് നടത്തിയത്. അതാണ് നേരത്തെ ഞങ്ങൾ വളരെ ചുരുക്കമായിട്ട് പറഞ്ഞിരുന്നു. അതിന്ന് കുറച്ചുകൂടി വിശദമായി പരിശോധനകൾക്ക് ശേഷം കോടതി പറഞ്ഞു എന്നാണ് കാണുന്നത്. മറ്റു കൂടുതൽ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല, പിന്നീട് മനസ്സിലാക്കി പറയും. ഒരു ചോദ്യം ഈ പിന്നെ തൃശ്ശൂരിലെ കള്ളവോട്ട് കേസ്, തൃശ്ശൂരിലെ BJP-യുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹവാല കേസ്, ആ കേസ് അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏറ്റെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് ഒരു വ്യക്തി പരാതി നൽകുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ 3 പരാതി നൽകി. ഇതുവരെ ഏറ്റെടുത്ത് ഡോക്ടർ അഭിനു ഇന്റലിജൻസും ഈ കുറിച്ച് അന്വേഷണം നടത്തുന്നത് BJP നേതാക്കൾക്ക് ബന്ധമുള്ളത് കൊണ്ടായിരിക്കും ഈ കേസ് ഇതുവരെ അവർ ഏറ്റെടുക്കാത്തത്, പ്രാഥമിക അന്വേഷണത്തിൽ പോലും തയ്യാറാവുന്നത്. അല്ല, ഇതില് ഈ ഏത് ഏജൻസിയാണ് ഇപ്പോ ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കാൻ വളരെ പ്രാപ്തമായത് എന്ന് എങ്ങനെയാണ് നമ്മുടെ അനുഭവത്തിൽ പറയുക? ഈ കേരളത്തിൽ ഇപ്പൊ അടുത്ത കാലത്ത് വന്ന ചില അനുഭവങ്ങളുണ്ടല്ലോ. കൃത്യമായി കേസ് അന്വേഷണത്തിനാണോ അവര് താല്പര്യം കാണിച്ചിട്ടുള്ളത്? മറ്റു പലതിനുമല്ലേ താല്പര്യം കാണിച്ചിട്ടുള്ളത്? ഇപ്പൊ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ആ അന്വേഷണം ശരിയായ രീതിയിൽ നടക്കട്ടെ. അതിന് ശേഷം മറ്റു കാര്യങ്ങൾ